മോർണിംഗ്. ഇന്ന് നമ്മൾ ഹോം സയൻസ് ആണ് എടുക്കാൻ പോണത്. ഹോം സയൻസിൽ നെക്സ്റ്റ് ചാപ്റ്റർ കളേഴ്സ്. അപ്പോൾ കളേഴ്സിനെ കുറിച്ച് നമുക്കറിയാം. കളർ എന്താണെന്നൊക്കെ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അറിയാം. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഡ്രസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിസൈനും, അപ്പോൾ നമ്മൾ വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന കളേഴ്സും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ക്ലാസിഫിക്കേഷൻ ഓഫ് കളേഴ്സ് പഠിക്കണം. കളേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ മെയിൻലി മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: പ്രൈമറി കളേഴ്സ്, സെക്കൻഡറി കളേഴ്സ് ആൻഡ് ടെർഷ്യറി കളേഴ്സ്. പ്രൈമറി കളേഴ്സ്, സെക്കൻഡറി കളേഴ്സ്, ടെർഷ്യറി കളേഴ്സ്. ഇതിൽ പ്രൈമറി കളേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ബേസിക് കളേഴ്സാണ്. ബേസിക് കളേഴ്സ് നമ്മൾ സാധാരണ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുക ഏതൊക്കെയാണ്? പച്ച, നീല, ചുവപ്പ്. പനിച്ചു എന്നൊക്കെ പറഞ്ഞ് കോഡിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? പച്ച, നീല, ചുവപ്പ്. പക്ഷെ നമ്മൾ പെയിൻറ്റിൽ അല്ലെങ്കിൽ വസ്ത്രം അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ പച്ച, മഞ്ഞ, നീലയാണ് യൂസ് ചെയ്യണത് കേട്ടോ. പച്ച, മഞ്ഞ, നീല. ഇനി സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുമ്പോൾ പ്രൈമറി കളേഴ്സ്, ഏതെങ്കിലും രണ്ട് പ്രൈമറി കളേഴ്സ് ഒരുമിച്ച് ചേർത്തിട്ട് ഉണ്ടാക്കുന്ന കളേഴ്സാണ് എന്ത്? സെക്കൻഡറി കളേഴ്സ്. ടെർഷ്യറി കളേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രൈമറി കളറും ഒരു സെക്കൻഡറി കളറും കൂടെ യോജിപ്പിച്ചിട്ട്, ഒരു പ്രൈമറി കളറും ഒരു സെക്കൻഡറി കളറും കൂടെ യോജിപ്പിച്ചുണ്ടാക്കുന്നതാണ് എന്ത്? ടെർഷ്യറി കളർ എന്ന് പറയുന്നത്. ഇതാണ് കളേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇനി അതല്ലാണ്ട് വേറെ രണ്ട് ടൈപ്പ് കളേഴ്സും കൂടി ഉണ്ട്: വാം കളറും കൂൾ കളറും. വാം കളറും കൂൾ കളറും. അപ്പോൾ വാം കളർ ഏതൊക്കെയാണെന്ന് നോക്കാട്ടോ. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, ഇതൊക്കെയാണ് വാം കളറുകളായിട്ട് വരുന്നത്. അതായത് സൂര്യൻ അല്ലെങ്കിൽ തീ, അതിനോടൊക്കെ സാമ്യമുള്ള കളറുകളാണ് വാം കളറുകൾ. അതിൻ്റെ നീളവും വലിപ്പവും കുറഞ്ഞൊരു പ്രതീതി ജനിപ്പിക്കുകയും സന്തോഷവും ആവേശവും ഉളവാക്കുന്ന നിറങ്ങൾ കൂടിയാണിത്. പരമ്പരാഗതമായിട്ട് നമ്മുടെ ഇന്ത്യൻ എംബ്രോയിഡറികളിൽ ഈ നിറങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വിവാഹം, ശിശുജനനം, അതുമായി ബന്ധപ്പെട്ട സന്തോഷാവസരങ്ങളാണ് നമ്മളിതുപോലുള്ള വാം കളറുകൾ ഉപയോഗിക്കുന്നത്. ഇനി കൂൾ കളറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീല, പച്ച, പർപ്പിള്. ഇത് സസ്യങ്ങളുടെയും ജലത്തിൻ്റെയും സാമ്യം തോന്നുന്ന കളറുകളാണ്. സമാധാനമാണ് ഇത് ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം. ഈ നിറങ്ങൾ വിശ്രമത്തിൻ്റെ പ്രതീതി തോന്നിപ്പിക്കുന്നു. നീളവും വലിപ്പവും കൂടുതലായി തോന്നിപ്പിക്കുന്ന നിറങ്ങളാണിത്. മറ്റേത് നീളവും വലിപ്പം കുറവായിട്ടാണ് അത് തോന്നിപ്പിക്കുക. ഇതാണ് വേറെ ടൈപ്പ് വാം കളേഴ്സും കൂൾ കളേഴ്സും. ഇനി വേറെ ടൈപ്പാണ് ന്യൂട്രൽ കളേഴ്സ്. ന്യൂട്രൽ കളേഴ്സ് എന്ന് പറയുമ്പോൾ കറുപ്പ്, ഗ്രേ, ബ്രൗൺ, ടാൻ, ബേജ് അങ്ങനെയുള്ള നിറങ്ങളാണ് ന്യൂട്രൽ കളേഴ്സ്. ഇപ്പോൾ ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടും കളറുകൾ ഉപയോഗിച്ച് ന്യൂട്രൽ കളറുകൾ എംബ്രോയിഡറി ചെയ്യുന്നത് നല്ല ഭംഗി ഉണ്ടാവുന്നു. ഇതൊക്കെയാണ് ന്യൂട്രൽ കളേഴ്സ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം ഏതെങ്കിലും ഒക്കെ കളേഴ്സ്, പ്രൈമറി കളേഴ്സ് ഏതൊക്കെ, അല്ലെങ്കിൽ ന്യൂട്രൽ കളർ ഏതൊക്കെ, വാം കളർ ഏതൊക്കെ, കൂൾ കളർ, അങ്ങനെയൊക്കെ വന്നിട്ട് ചോദിക്കാം. ഇനിയുള്ളത് മെറ്റാലിക് കളേഴ്സ്. മെറ്റാലിക് കളേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും മെറ്റൽസിൻ്റെ ഒക്കെ തിളക്കം വരുന്നത്, അപ്പോൾ നമ്മൾ ഗോൾഡൻ കളർ അല്ലെങ്കിൽ സിൽവർ കളർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കളറുകളൊക്കെയാണ് എന്ത്? മെറ്റാലിക് കളേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ കൂടെ പറയുന്നുണ്ട്: സ്വർണ്ണമോ വെള്ളിയോ വയറുകളെ, അതിൻ്റെ വയേഴ്സ്. പിന്നെ ബാഡ്ല, അതിന് ബാഡ്ല എന്നാണ് പറയുക. വസ്ത്രങ്ങളൊക്കെ കൊടുക്കില്ലേ ചില ഗോൾഡ്, ചില ഡ്രസ്സുകളിലൊക്കെ എംബ്രോയിഡറീസിലൊക്കെ നൂലുകളൊക്കെ കാണാം അല്ലേ, ഗോൾഡൻ അല്ലെങ്കിൽ എന്താണ് സിൽവർ കളറിലൊക്കെ കാണാം. അപ്പോൾ അതിന് പറയുന്ന പേര് ബാഡ്ല എന്നാണ് അതിൻ്റെ പേര്. അതേപോലെ ഈ വയറുകൾ നൂലിൽ ഇങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ അതിനെ കസബ് എന്നാണ് പറയുക. അല്ല, വസ്ത്രങ്ങളെ ലോഹങ്ങൾ കൊണ്ടുള്ള തൊങ്ങലുകളെ സിത്താര എന്നാണ് പറയുന്നത്. ബാഡ്ല കൊണ്ടുള്ള ചെറിയ മുത്തുകളെ മുഗൈഷ് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പല ടൈപ്പ് കളറുകൾ വരുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കളർ അല്ലെങ്കിൽ കളറിൻ്റെ സവിശേഷതകൾ. ഇപ്പോൾ നമ്മളൊരു കളർ എടുക്കുമ്പോൾ, ഒരു പച്ച എന്ന് പറഞ്ഞൊരു കളർ എടുത്തു, അല്ലെങ്കിൽ ഒരു നീല എന്ന് പറഞ്ഞ കളർ എടുക്കുമ്പോൾ ഓരോ കളറിനും 3 പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഏതൊരു കളർ എടുത്താലും ആ കളറിന് എന്താണ്? 3 പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഹ്യൂ, ഒന്നാമത്തെ ഹ്യൂ, രണ്ടാമത്തെ വാല്യൂ, മൂല്യം, മൂന്നാമത്തത് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ തീവ്രത. ഹ്യൂ എന്ന് പറയുന്നത് എന്താണ്? ആ നിറത്തിൻ്റെ പേര്. പച്ച എന്നാണോ, ചുവപ്പ് എന്നാണോ, അല്ലെങ്കിൽ മഞ്ഞ എന്നാണോ, നീല എന്നാണോ, ആ പേരിനെയാണ് എന്ത് പറയുക? ഹ്യൂ എന്ന് പറയാം. വാല്യൂ അല്ലെങ്കിൽ മൂല്യം എന്ന് പറയുന്നത് അത് ഇളം നിറമാണോ, കടും നിറമാണോ, അങ്ങനെ സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ വാല്യൂ എന്ന് പറയാം. ഈ നിറത്തിലേക്ക് വെള്ള നിറം ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ടിൻറ്റ്.
കറുത്ത നിറം ചേർത്താൽ കിട്ടുന്നതാണ് ടോണ്. അപ്പോൾ ഒരു നിറത്തിലേക്ക് വെള്ള നിറം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടിൻറ്റ് കിട്ടും, കറുത്ത നിറം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടോണ് കിട്ടും, കടും കളറായി മാറും. ഇനി ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ ആ നിറത്തിൻ്റെ തെളിച്ചത്തിനെയാണ് പറയുക. തെളിഞ്ഞതാണോ അല്ലെങ്കിൽ മങ്ങലുള്ളതാണോ എന്നുള്ളതാണ് ഇൻറ്റൻസിറ്റി പറയണത്. എല്ലാ കളറുകളും ഇപ്പോൾ മങ്ങിയതാണെങ്കിൽ അല്ലെങ്കിൽ എല്ലാ കളറുകളും തെളിച്ചതായി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചില ഡ്രസ്സുകളൊക്കെ കൊണ്ടുണ്ടാവും. ഇപ്പോൾ ബ്ലൂ ഷെയ്ഡാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ ഷെയ്ഡ് എന്ന് നമ്മൾ പറയാം. ബ്ലൂവിൻ്റെ തന്നെ എന്താണ് നല്ല ഇൻറ്റൻസിറ്റി, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂ, ലൈറ്റ് ബ്ലൂ, അങ്ങനെ പല ഷെയ്ഡുകളിൽ വരും. അപ്പം അത് അതിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ ഒരു വ്യത്യാസത്തിലാണ് വരുന്നത്. അപ്പം അങ്ങനെ വ്യത്യസ്ത ഇൻറ്റൻസിറ്റിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും. അപ്പം അതാണ് 3 ക്യാരക്ടറിസ്റ്റിക്സ്: ഹ്യൂ, വാല്യൂ, ഇൻറ്റൻസിറ്റി. ഇനി നമുക്ക് നോക്കാനുള്ളത് കളർ സ്കീമുകളാണ്. കളർ സ്കീമുകൾ. കളർ സ്കീമുകൾ എന്ന് പറയുമ്പോൾ കാണുമ്പോൾ മനോഹരമായി തോന്നിപ്പിക്കുന്ന കളറുകളുടെ സമാഹാരമാണ് എന്ത്? കളർ സ്കീമുകൾ. ഇപ്പോൾ നമ്മളൊരു ഡിസൈൻ ചെയ്യാൻ എടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു വസ്ത്രത്തിൽ യൂസ് ചെയ്യുമ്പോൾ ഏതൊക്കെ കളറുകൾ ഒരുമിച്ച് എടുക്കണം, ആ ഒരു എന്താ പറയുക കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുക കളർ സ്കീമുകൾ. അപ്പോൾ അത് ഏതൊക്കെ തരത്തിലുണ്ടെന്ന് നമുക്ക് നോക്കാട്ടോ. മോണോക്രോമാറ്റിക് കളർ സ്കീം, അനലോഗ്, കോംപ്ലിമെൻ്ററി, സ്പ്ലിറ്റ് കോംപ്ലിമെൻ്ററി, ട്രയാഡ്, ടെട്രാഡ്, അങ്ങനെ 6 ടൈപ്പിലാണ് കളർ സ്കീമുകൾ ഉള്ളത്. മോണോക്രോമാറ്റിക്, അനലോഗ്, കോംപ്ലിമെൻ്ററി, സ്പ്ലിറ്റ് കോംപ്ലിമെൻ്ററി, ട്രയാഡ്, ടെട്രാഡ്. മോണോക്രോമാറ്റിക് എന്ന് പറയുമ്പോൾ ഒരൊറ്റ നിറം ഉപയോഗിക്കുക. ആ നിറത്തിൻ്റെ ടിൻറ്റുകളോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഷെയ്ഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നീലയുടെ തന്നെ പല നീലകൾ, കടും നീല, ലൈറ്റ് നീല, അല്ലെങ്കിൽ നേവി ബ്ലൂ, അങ്ങനെയുള്ള പല ഷെയ്ഡുകൾ ഉപയോഗിച്ച് നമ്മൾ യൂസ് ചെയ്യാം. ഇനി രണ്ടാമത്തത് അനലോഗ് കളർ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന 2 കളറുകൾ. ഇപ്പോൾ ഇളം മഞ്ഞപ്പൂക്കൾ, പച്ചയില തന്നെ കടും പച്ച ഇലകൾ, ഇളം പച്ച തണ്ടുകൾ, അങ്ങനെയൊക്കെ ആയിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന കളറുകൾ. ഒരു കളറിൻ്റെ പല ഷെയ്ഡല്ല, പല കളറുകളാണ്, പക്ഷെ ആ കളറുകൾ തൊട്ടടുത്ത് ഇതിൽ വരുന്ന പോലത്തെ യൂസ് ചെയ്യാം. ഇനി കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്ന് പറയുമ്പോൾ 2 എതിർ കളറുകൾ, അപ്പോൾ ഓപ്പോസിറ്റായിട്ട് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെയൊക്കെ വരില്ലേ, അങ്ങനെയുള്ള കളറുകൾ യൂസ് ചെയ്യാം. സ്പ്ലിറ്റ് കോംപ്ലിമെൻ്ററി എന്ന് പറയുന്നത് ഇതൊരു 3 കളറുകൾ ചേരുന്ന ഒരു സ്കീമാണ്. ഒരു നിറവും അതിൻ്റെ 2 ഭാഗം അതിൻ്റെ ബേസിക് പ്രൈമറി കളേഴ്സും, ഒരു നിറം അതിൻ്റെ പ്രൈമറി കളർ. ഇപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ടേർഷറി കളർ ഉണ്ടാവും. ആ ടേർഷറി കളറും അല്ലെങ്കിൽ എന്താണ് ഒരു സെക്കൻഡറി കളറും ആ സെക്കൻഡറി കളർ ഉണ്ടായിട്ടുള്ള 2 പ്രൈമറി കളറും അവരൊരുമിച്ച് ചേർത്തിരിക്കാം. ഇപ്പം നീലയും പച്ചയും കൂടിയിട്ടാണ് സിയാൻ എന്ന് പറയുന്ന ഒരു സെക്കൻഡറി കളർ ഉണ്ടാവുന്നത്. നീലയും പച്ചയും ആരാണ്? പ്രൈമറി കളേഴ്സാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിൽ സിയാൻ എന്ന് പറയുന്ന ഒരു കളർ ഉണ്ടാവും. അതേപോലെ തന്നെ സിയാൻ ഒരു പർപ്പിൾ ഷെയ്ഡ് അതുണ്ടായിരിക്കും, നീല ഉണ്ടായിരിക്കും, പച്ച ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക സ്പ്ലിറ്റ് കോംപ്ലിമെൻ്ററി എന്ന് പറയുന്നത്. ട്രയാഡ് കളർ സ്കീം എന്ന് പറയുമ്പോൾ 3 നിറങ്ങൾ കൂടിച്ചേർന്നാണ്. ഇവിടെ അങ്ങനത്തെ ഈ പറഞ്ഞ പോലെ പ്രൈമറി സെക്കൻഡറി അങ്ങനെയൊന്നുമില്ല, ഏതെങ്കിലും ഒക്കെ ഒരു 3 ഓറഞ്ച്, പച്ച, പർപ്പിൾ, അങ്ങനെ 3 കളറുകൾ ഒരുമിച്ച് ചേർത്തിട്ടുള്ളത്. ഇനി ടെട്രാഡ് എന്ന് പറയുമ്പോൾ എന്താണ്? 4 നിറങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ടുള്ള ഒരു കളർ സ്കീം. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് കോൺട്രാസ്റ്റ് കളേഴ്സ്. നമ്മളെപ്പോഴും കേൾക്കാമല്ലോ ഭയങ്കര കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കളേഴ്സാണ്. ഇപ്പോൾ കോൺട്രാസ്റ്റിംഗ് കളേഴ്സ് എന്ന് പറയുക 2 കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ വളരെ എന്താണ് ശ്രദ്ധേയമായി തോന്നുകയാണെങ്കിൽ, കണ്ണിന് ഇമ്പം തോന്നുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? കോൺട്രാസ്റ്റ് കളർ എന്ന് പറയാം. ഇനി ഓരോ കളറുകൾക്കും ഓരോ ഫലമുണ്ട്, അല്ലെങ്കിൽ ഓരോന്നിനും എന്താണ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാട്ടോ. കടും ചുവപ്പ് സ്നേഹം, ആരോഗ്യം, ചൈതന്യം, അതിനൊക്കെ കുറിക്കുന്നതാണ് എന്ത്? കടും ചുവപ്പ്. തെളിച്ചമുള്ള ചുവപ്പാണെങ്കിൽ അപകടം, അഭിനിവേശം, അതിനൊക്കെയാണ് കുറിക്കുന്നത്. പിങ്ക് ആണെങ്കിൽ സ്ത്രീത്വം, ഉത്സവം, അതിനൊക്കെയാണ് കുറിക്കാം. ഓറഞ്ച് അഭിലാഷം, ഉത്സാഹം. തവിട്ടാണെങ്കിൽ പക്വതയാണ്, അതുപോലെ ജ്ഞാനം, ഭംഗി, പ്രചോദനം ഒക്കെയാണ്.
ഇരുണ്ട സ്വർണമാണെങ്കിൽ സമ്പത്ത്, ആഡംബരം. ഇളം മഞ്ഞ പച്ച അതിലേതെങ്കിലുമൊക്കെ ആണെങ്കിൽ പുതുമയാണ്, യുവത്വമാണ്. നീലയാണെങ്കിൽ ശാന്തത, ആത്മാർത്ഥത. പർപ്പിളാണെങ്കിൽ മഹത്വം, കുലീനത. അപ്പോൾ ഓരോ സന്ദർഭങ്ങളിൽ നമ്മൾ ഓരോ കളറ് തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ടാണ്. നമ്മൾ പരമ്പരാഗതമായിട്ട് ഇപ്പോഴൊക്കെയാണ് ഒരു മാറ്റം വന്നിരിക്കുന്നത്. വെഡ്ഡിങ് സാരീസ് എപ്പോഴും എന്താണ്, റെഡ് കളറാണ്. അപ്പം അത് നല്ല കടും റെഡായിരിക്കും. റെഡ് ആവാനുള്ള കാരണം എന്താണ്? സ്നേഹം, ആരോഗ്യം, ചൈതന്യം. ഇതാണ് ഈ മൂന്നെണ്ണം കുറിക്കുന്നത് കൊണ്ടാണ് അവിടെ അങ്ങനെ സെലക്റ്റഡ് ആവുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ വിശ്വാസങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഒരാൾ കളർ ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ നമ്മളോരോ കളറുള്ള ഡ്രസ്സ് എടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മളൊരു കളർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പ്രായം. അപ്പോൾ ഒരു അമ്മൂമ്മ അത് നല്ല അടിപൊളി കളറുള്ള അല്ലെങ്കിൽ കണ്ണഞ്ചിപ്പിക്കുന്ന കളറിൽ ഡ്രസ്സ് ഇട്ട് നടക്കാറില്ല. ചിലപ്പോൾ ഇതിനൊക്കെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഏറ്റവും പ്രധാനം. അതിലപ്പുറത്തേക്ക് നമ്മുടെ സമൂഹം കൽപ്പിച്ചു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ പ്രായം ഒരു ഫാക്ടറാണ്. അതേപോലെ നമ്മൾ ആ കളറിലുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യണതിനുള്ള ആവശ്യം, മാരേജ് ആണോ അല്ലെങ്കിൽ കാഷ്വൽ ആണോ ഫോമലാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ അതിൻ്റെ ആവശ്യം, ഇനി ആണാണോ പെണ്ണാണോ. ഒരിക്കലും പുരുഷന്മാർ ഇങ്ങനെ നല്ല അസല് ചോന്ന ഈ തമിഴന്മാരുടെയൊക്കെ, ഞാനൊരു വിഭാഗത്തെ പറയണതല്ല കേട്ടോ, നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പാലക്കാടൻ ഷെയ്ഡിൽ നിന്നൊക്കെ ആരെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ അവരുടെ ഒരു കല്യാണത്തിന് പോയാൽ കാണാം ഭയങ്കര കോൺട്രാസ്റ്റിങ് കളേഴ്സിലായിരിക്കും പട്ട് സാരികൾ എടുത്തിട്ട് അവിടെ പെണ്ണുങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുക. അപ്പം അതുപോലത്തെ കളർ ഉള്ള ഷർട്ടുകൾ ഇട്ടിട്ട് ഒരിക്കലും നമ്മൾ ബോയ്സിനെ കാണില്ല. ഇപ്പോഴത്തെ കുട്ടികൾ പല ഇത് ഇട്ട് വരുന്നത്, പക്ഷെ അപ്പോഴും കാണില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കളക്ടറോ അല്ലെങ്കിൽ എന്താണ് ഒരു കമ്പനിയുടെ CEO ഒക്കെ നമുക്ക് അങ്ങനത്തെ ഒരു ഷെയ്ഡിലിരിക്കില്ല. അപ്പോൾ ഓരോ നമ്മുടെ പൊസിഷൻ ഇതൊക്കെ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സീസൺ അതൊക്കെ എന്താണ് ഒരു ഫാക്ടറാണ്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഈ കളറുമായി ബന്ധപ്പെട്ടിട്ട് നോക്കാനുള്ളത്. ഇത്രയാണ് ഈ കളർ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. എല്ലാവരും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. താങ്ക് യു.